ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നിത്യയുടെ വിവാഹം കഴിഞ്ഞുവെന്ന് അറിഞ്ഞ ജീവൻ അത് വിശ്വസിക്കുകയില്ല എന്നും ഇതിന്റെ സത്യം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിത്യയുടെ അരികിൽ നിന്ന് ജീവൻ പുറത്തേക്കിറങ്ങി പോകുമ്പോൾ ഹരിയെ നോക്കിയിട്ട് എല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ജീവൻ മടങ്ങുന്നു. ജീവൻ പോയതിനു ശേഷം സുജാത വേഗം നിത്യയുടെ അരികിലേക്ക് എത്തി. നിത്യയുടെ തോളിൽ പിടിച്ച് മകളെ ആശ്വസിപ്പിക്കാനായി സുജാത ശ്രമിക്കുമ്പോഴേക്കും നിത്യ ആ കൈ തട്ടി മാറ്റി ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം നിത്യയുടെ പിന്നാലെ സുജാതയും അവിടേക്ക് എത്തി. ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്ന നിത്യയ്ക്ക് അരികിലേക്ക് എത്തി സുജാത നിത്യയോട് സംസാരിക്കാൻ ഒരുങ്ങണം. മോളെ എന്ന് വിളിച്ചതും സുജാതയെ നോക്കി നിത്യ ചോദിച്ചു, അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഇങ്ങനെ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? എന്നെ പ്രസവിച്ച് അമ്മയേക്കാൾ ഏറെ ഞാൻ സ്നേഹിക്കുകയും ആ അമ്മയേക്കാൾ ഏറെ ഞാൻ ബഹുമാനിക്കുകയും അമ്മയേക്കാൾ ഏറെ ഉയർന്ന സ്ഥാനത്താണ് ഞാൻ ഈ അമ്മയെ കണ്ടിരുന്നത്. പക്ഷേ എന്നിട്ടും അമ്മ എന്നോട് ഇങ്ങനെ ഒരു പ്രവൃത്തി കാട്ടിയത് ഒരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അമ്മേ. അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നി? അമ്മയുടെ മകന്റെ താലി കഴുത്തിലിട്ട് നടക്കുന്നവളല്ലേ ഞാൻ. എൻ്റെ മാനസികാവസ്ഥ പോലും അമ്മ ചിന്തിച്ചില്ലല്ലോ. അയാൾ എന്നെ കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെ എന്ന് വിചാരിച്ചുകൂടായിരുന്നോ? എങ്കിലും ഇത്രയും ആൾക്കാരെ വേദനിപ്പിക്കേണ്ടി വരാമല്ലോ, ഇത്രയും പേരെ കുരുതി കൊടുക്കേണ്ടി വരില്ലായിരുന്നല്ലോ അമ്മേ എന്ന് സുജാതയോട് നിത്യ ചോദിക്കുന്നത് കേട്ട് സുജാത പറഞ്ഞു, മോളെ, എനിക്ക് അങ്ങനെ നിന്നെ കാട്ടിക്കൊടുക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് സുജാത മറുപടി നൽകി. സുജാതയോട് നിത്യ ചോദിച്ചു, അമ്മേ, ഞാനന്ന് ജീവനെ കണ്ടുവെന്നും ജീവന്റെ ശബ്ദം കേട്ടുവെന്നും ഒക്കെ പറഞ്ഞിട്ടും അന്നൊന്നും അമ്മ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ലല്ലോ. എന്നിട്ടിപ്പോ എന്തായി അമ്മേ എന്ന് ചോദിച്ചതും സുജാത പറഞ്ഞു, മോളെ, നീ കാണുന്നതിന് മുൻപ് ഞാൻ ജീവനെ കണ്ടിരുന്നു. അവനോട് ഞാൻ സംസാരിക്കുകയും അവന്റെ അടുത്ത് പോവുകയും ഞാൻ ചെയ്തിരുന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അവന് ബോധം തിരികെ കിട്ടിയപ്പോൾ നിന്നെ കൊല്ലണമെന്ന ചിന്തയായിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നീ പറഞ്ഞില്ലേ, നിന്നെ പ്രസവിച്ച അമ്മയേക്കാൾ ഉയർന്ന സ്ഥാനത്താണ് നീ എന്നെ കണ്ടിരുന്നുവെന്ന്. അങ്ങനെയുള്ളപ്പോ ആ ആ ഒരു അവസ്ഥയിൽ എനിക്ക് നിന്നെ കുരുതി കൊടുക്കാൻ കഴിയുമായിരുന്നോ മോളെ? നിന്നെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. സത്യത്തിൽ എൻ്റെ മോനേക്കാളേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ മോനെ എനിക്ക് തിരികെ കിട്ടി എന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷിക്കാമായിരുന്നു. എന്നിട്ടും ഞാൻ അങ്ങനെ ഒരു സന്തോഷത്തിനായി തയ്യാറെടുത്തോ? മറിച്ച് നിന്റെ ജീവിതമായിരുന്നു എനിക്ക് വലുത്. അതുകൊണ്ട് തന്നെ അവൻ നിന്നെ തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ നിന്നെ മറ്റൊരു സുരക്ഷിത കൈകളിൽ എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മറ്റൊരാളുടെ ഭാര്യയാണ് നീ എന്നറിഞ്ഞാൽ പിന്നെ നിന്റെ ദേഹത്ത് തൊടാൻ അവൻ ഒരിക്കലും തയ്യാറാവില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ആ ഒരു സുരക്ഷിതത്വം നിനക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിവാഹത്തിന് നിർബന്ധിച്ചതെന്ന് സുജാത അറിയിച്ചു. അങ്ങനെയെങ്കിലും നിന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയെന്ന് സുജാത നിത്യയോട് പറയുമ്പോൾ നിത്യ സുജാതയുടെ തോൾ പിടിച്ചിട്ട് ചോദിച്ചു, അമ്മേ, എന്നിട്ടിപ്പോ എന്തായി അമ്മേ? എന്തായാലും ജീവന്റെ ഭാര്യയാണ് ഞാൻ, ജീവന്റെ താലി കഴുത്തിൽ അണിയേണ്ടവൾ. എന്തായാലും അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ദൈവം എന്നെ കൊണ്ട് തോന്നിച്ചത് നന്നായി. ഹരിയുടെ താലി കഴുത്തിൽ അണിയാതെ അമ്മയെ കൊണ്ട് ആ താലി ഞാൻ കഴുത്തിൽ അണിയിച്ചത് അതെന്തോ ദൈവകൃപ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അമ്മേ, ഇനി ഈ താലി ഞാൻ കഴുത്തിൽ അണിയാൻ പാടില്ല. ജീവന്റെ താലി അണിയേണ്ടയാൾ മറ്റൊരാളുടെ താലി കഴുത്തിലിടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ആ താലി ഊരാനായി നിത്യ ഒരുങ്ങുമ്പോൾ സുജാത നിത്യയുടെ കൈകൾ തടയുന്നു. നിത്യ അത് ചെയ്യരുത് എന്ന് സുജാത തലകുലുക്കി ഒരിക്കലും പാടില്ല എന്ന് നിത്യയോട് ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ സുജാത നിത്യയോട് പറഞ്ഞു, മോളെ, നിന്റെ വിവാഹം 6 വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുവെന്നാണ് ഞാൻ ജീവനോട് പറഞ്ഞിരിക്കുന്നത്. അത് വിശ്വസിച്ചാണ് അവൻ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നും നീ മറ്റൊരാളുടെ ഭാര്യയല്ലായിരുന്നു എന്നും അറിഞ്ഞാൽ ചിലപ്പോൾ അവൻ പ്രതികരിക്കുന്നത് നിന്റെ ജീവൻ എടുക്കാൻ വേണ്ടിയുള്ള നീക്കമായിരിക്കും, നിന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരിക്കും. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നീ പറഞ്ഞല്ലോ നിന്നെ അവൻ കൊന്നോട്ടെ എന്ന്. പക്ഷെ മോളെ, നിന്നെ കൊല്ലുന്നതിന് മുൻപേ ഈ അമ്മ സ്വയം ജീവൻ ഒടുക്കിയിരിക്കും എന്ന് സുജാത നിത്യയോട് അറിയിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. സുജാതയുടെ വാക്കുകൾ കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അങ്കലാപ്പിൽ നിൽക്കുകയാണ് നിത്യ. എന്ത് തീരുമാനത്തിലെത്തുമെന്നുള്ള നിരാശയിൽ അങ്ങനെ നിത്യ നിൽക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നടന്നു പോകുന്ന ഹരിയെ കണ്ട് ഹാളിലിരുന്ന രാമകൃഷ്ണൻ അരികിലേക്ക് വിളിച്ചു, മോനെ ഹരി, ഇങ്ങ് വന്നേടാ. ഉടനെ ഹരി അരികിലേക്ക് ചെന്നു. എന്താ അമ്മാവ എന്ന് ചോദിച്ചതും സുജാതയുടെയും നിത്യയുടെയും കരച്ചിൽ കണ്ടിട്ട് അവരെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് എനിക്കറിയില്ല മോനെ. എന്താ ചെയ്യുക എന്ന് എനിക്ക് യാതൊരു എത്തുംപിടിയും കിട്ടുന്നില്ല എന്ന് ഹരിയോട് രാമകൃഷ്ണൻ പറയുമ്പോൾ അത് കേട്ട ഹരി പറഞ്ഞു, അമ്മാവ, ഞാൻ വിചാരിച്ചത് മറ്റൊന്നായിരുന്നു. ഇത്രയും നേരം ഞാൻ ചിന്തിക്കുകയായിരുന്നു ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചതെന്ന്. ആന്റിയുടെ ഭാഗത്താണോ അതോ നിത്യയുടെ ഭാഗത്തോ അതോ
ജീവന്റെ ഭാഗത്തോ അതോ വീണയുടെ ഭാഗത്തോ ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചതെന്ന് എനിക്ക് കണ്ടെത്താനാകുന്നില്ല അമ്മാവ എന്ന് വിഷമത്തോടെ ഹരി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി. സത്യത്തിൽ എന്റെ ജാതകദോഷം അതാണ് ഇവരെ എല്ലാവരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്കിപ്പോ തോന്നുന്നതെന്ന് ഹരി സങ്കടത്തോടെ പറയുമ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞു, എടാ മോനെ, അങ്ങനെയൊന്നും ഇല്ലടാ, ജാതകദോഷമോ അങ്ങനെയൊന്നും തന്നെയില്ല, നീ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട എന്ന് പറയുമ്പോൾ ഹരി വേഗം എഴുന്നേറ്റു. അമ്മാവ, എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഹരിയോട് രാമകൃഷ്ണൻ ചോദിച്ചു, എടാ മോനെ, എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ. എന്താണെങ്കിലും ആ സുജാത സ്വന്തം മകനേക്കാളേറെ തൻ്റെ മരുമകളെ സ്നേഹിക്കുന്ന ആ അമ്മ മകളുടെ ജീവിതം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ആ ജീവൻ ഇല്ലാതാകാതിരിക്കാനും ആ ജീവിതം നിത്യയുടെ ജീവൻ എടുക്കാതിരിക്കാനുമായിട്ടാണ് ആ അമ്മ ഇങ്ങനെ ഒരു കളവ് പറഞ്ഞതും ഇതിന് തയ്യാറായതും. അതുകൊണ്ട് മോനെ, നീ ആ സുജാതയ്ക്ക് കൊടുത്ത വാക്ക് നീ പാലിക്കണം. ഒരു കാരണവശാലും നിത്യയുടെ ജീവന് ആപത്തൊന്നും സംഭവിക്കരുത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഇടവരരുത്. അത് നീ ഉറപ്പുവരുത്തണമെന്ന് ഹരിയോട് രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഹരിയും രാമകൃഷ്ണൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീണ തൻ്റെ ബാഗ് റെഡിയാക്കി പോകാനായി തയ്യാറെടുത്ത് ബാഗുമായി പുറത്തേക്ക് ഇറങ്ങി വന്നു. ഹാളിലേക്ക് ബാഗുമായി വരുന്ന വീണയെ കണ്ട് രാമകൃഷ്ണൻ ചോദിച്ചു, അല്ല, നീ പോകാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചതും വീണ പറഞ്ഞു, ആ, ഞാൻ തീരുമാനിച്ചു, ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞതും, എന്തായാലും ഞാൻ ഇവിടെ അടുത്ത് ഒരു ഹോട്ടലിൽ കുറച്ച് ദിവസം ഉണ്ടാവും, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാൻ പോണോ ഇനി തിരികെ വരണോ എന്താ ചെയ്യണമെന്നല്ലേ അച്ഛൻ വേണം ഇനി തീരുമാനിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ രാമകൃഷ്ണൻ ചോദിച്ചു, മനസ്സിലായില്ല, നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചതും ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, സ്വത്തിന്റെ കാര്യത്തിലുള്ള അച്ഛൻ്റെ തീരുമാനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എത്രയും വേഗം എനിക്ക് തരാനുള്ള സ്വത്തുക്കൾ എനിക്ക് തരണം, അതിന്റെ കാര്യത്തിന് അച്ഛനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞതും രാമകൃഷ്ണൻ പറഞ്ഞു, സ്വത്തുക്കൾ അതിന് നിനക്ക് തരാനോ ഒരിക്കലുമില്ല. നിനക്ക് എൻ്റെ സ്വത്തിൽ ഒരു നയ പൈസ പോലും നിനക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നീ ഞങ്ങളോട് ചെയ്ത ദ്രോഹത്തിന് നിന്നെ ഈ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ തന്നെ നിന്നെ അടിച്ച് ഇറക്കുകയല്ല, പകരം നിന്നെ കൊന്നു കളയുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അത് ഞങ്ങൾ ചെയ്തില്ലല്ലോ, അത് തന്നെ ഞങ്ങൾ നിന്നോട് കാണിച്ച ഔദാര്യമാണ്. പിന്നെ എൻ്റെ സ്വത്തുക്കളുടെ അവകാശി അത് എൻ്റെ മകനായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എൻ്റെ ഒരേ ഒരു മകൻ, എൻ്റെ വെളിപ്പുറത്തുള്ള ഒരേ ഒരു മകൻ, അതിവനാണ്, അവന് മാത്രമാണ് എൻ്റെ സ്വത്തിൻ്റെ അവകാശം. അത് കേട്ടതും ഉടനെ വീണ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? ഇത്രയും നാളും ഇയാളെ നോക്കി വളർത്തിയതല്ലേ, ആ ഒരു കടമെങ്കിലും അയാൾ വീട്ടട്ടെ. പിന്നെ ഈ സ്വത്തുക്കളുടെയൊക്കെ അവകാശം അത് ഇയാൾക്ക് നൽകാമെന്നുള്ളത് അതൊക്കെ നിങ്ങളുടെ വെറും വ്യാമോഹമാണ്. എനിക്കുള്ള അവകാശം എന്താണെന്ന് അത് ഞാൻ വാദിച്ചു വേണമെങ്കിൽ നേടും, കാണണോ എന്ന് ചോദിച്ചതും രാമകൃഷ്ണൻ പറഞ്ഞു, അതെ, എൻ്റെ മകൻ ഹരി മാത്രമാണ് എൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്നവനും എന്നെ നോക്കുന്നവനും അവനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വത്തിന്റെ അവകാശിയും അവൻ തന്നെ ആയിരിക്കും. പിന്നെ നിനക്ക് നീ എൻ്റെ മകളാണെന്നുള്ള ഒരു അവകാശവും അധികാരവും നേടിക്കൊണ്ട് എൻ്റെ സ്വത്തിൽ അവകാശം പറയുന്നല്ലേ നീ പറഞ്ഞത്. ആ ഒറ്റയൊരു ധാരണയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഗണന വെച്ച് നിനക്ക് വേണമെങ്കിൽ എൻ്റെ സ്വത്തിന്റെ ഒരു ചെറിയൊരു അംശം നിനക്ക് തരാം, അതല്ലാതെ കൂടുതലൊന്നും നിനക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉടനെ അവിടെ നിന്ന് ഹരി രാമകൃഷ്ണനെ വിളിച്ചു, അമ്മാവ കൊടുത്തേക്ക്, ഇനി അങ്ങനെ ഒരു വിഷമം വേണ്ട, അവൾ ആഗ്രഹിക്കുന്ന എന്താണെങ്കിലും അത് കൊടുത്തേക്ക് അമ്മാവ, ആ ഒരു പ്രശ്നം തീരട്ടെ എന്ന് പറഞ്ഞപ്പോ രാമകൃഷ്ണൻ പറഞ്ഞു, ഇല്ല മോനെ, അങ്ങനെ ഇവൾക്ക് കൊടുക്കാനല്ല ഞാൻ കരുതി വെച്ചിരിക്കുന്നത്. നമ്മളോട് കാണിച്ച ദ്രോഹങ്ങളൊന്നും അത്ര ചെറുതല്ലല്ലോ എന്ന് രാമകൃഷ്ണൻ ഹരിയോട് അറിയിച്ചു. അതുകൊണ്ട് നീ കോടതിയിൽ കയറുകയാണെങ്കിൽ കോടതിയിൽ കയറി നീ വാദിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഉള്ളതെല്ലാം വിറ്റ് ഒടുക്കിയിട്ടാണെങ്കിലും നിന്നോട് കേസ് നടത്താൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരില്ല. നിനക്ക് കഴിയുമെങ്കിൽ നീ വാങ്ങിക്കോ എന്ന് പറഞ്ഞ് മാറി നിൽക്കടി അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് രാമകൃഷ്ണൻ അകത്തേക്ക് പോയിട്ട് ഹരിയെയും വിളിച്ചു, വാടാ. അങ്ങനെ ഹരിയും രാമകൃഷ്ണന്റെ പിന്നാലെ അവിടെ നിന്ന് പോകുന്നു. വീണ തന്നെ വീണ്ടും അവർ തോൽപ്പിക്കാൻ ഒരുങ്ങുകയാണെങ്കിലും അങ്ങനെ ഞാൻ തോറ്റു പിന്മാറില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വീണ കലിയോടെ നോക്കിയിരുന്നു. അതിനുശേഷം പൂജാമുറിയിലേക്ക് നിത്യ ഓടിയെത്തുകയാണ്. അവിടെയുള്ള ഭഗവാന്മാരുടെ മുന്നിൽ നിന്ന്, ആ രൂപങ്ങൾക്ക് മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു നിത്യ. എന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു ചതി കാട്ടിയത്?
ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു ചതി നിങ്ങൾ എന്നോട് കാട്ടുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഈ ഒരു പ്രവൃത്തിയേക്കാൾ ഭേദം എൻ്റെ ജീവൻ എടുക്കുന്നതായിരുന്നു നല്ലത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിത്യ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ജീവനോടെ ഉള്ളപ്പോൾ മറ്റൊരാൾ കെട്ടിയതല്ലെങ്കിലും മറ്റൊരു താലി ഞാൻ കഴുത്തിലണിയുന്നത് ശരിയല്ല. അത് ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന വഞ്ചനയാണ്. ഞാനൊരു വഞ്ചകിയായിട്ട് ജീവിക്കാൻ, ഒരു കാപട്യക്കാരിയായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ താലി എൻ്റെ കഴുത്തിൽ കിടക്കാനുള്ള അർഹതയും എനിക്കില്ല. അതുകൊണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി കളിച്ച ഒരു നാടകമാണെങ്കിൽ പോലും ഇത് കഴുത്തിലിടാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം എനിക്ക് ചെയ്യാനുമാവില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മനസാക്ഷിക്ക് മുന്നിലെങ്കിലും ഞാനൊരു കാപട്യക്കാരിയല്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്താനായിട്ട് ഞാനിത് ഇവിടെ ഈ സന്നിധിയിൽ ഇത് ഞാൻ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് നിത്യ തൻ്റെ താലി ഊരി ആ പൂജാമുറിയിൽ തന്നെ വയ്ക്കുന്നു. ഇത് കണ്ടുകൊണ്ട് വാതുക്കലേക്ക് എത്തിയ ഹരി ഒന്നും മിണ്ടാനാകാതെ അവിടെ അങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം ആ താലി അവിടെ ഊരി വെച്ചിട്ട് നിത്യ പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹരി ആ വാതുക്ക നിൽക്കുന്നത് കണ്ട് ഒന്നും മിണ്ടാനാകാതെ നിത്യ താഴേക്ക് പോയി. ഹരിയും പിന്നാലെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നിത്യ താഴെ എത്തിയതിനു ശേഷം അവിടെ നിന്ന് സുജാതയും നിത്യയെ കാണുന്നു. സുജാത നിത്യയുടെ അരികിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഓടിയെത്തിയ ആദി പറഞ്ഞു, അമ്മേ എന്ന് വിളിച്ചതും പെട്ടെന്ന് സുജാതയുടെ അരികിൽ നിന്ന് ആദിയെ ചേർത്ത് പിടിച്ച് നിത്യ പറഞ്ഞു, അമ്മേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ആദി വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആദി ചോദിച്ചു, നമ്മുടെ വീട്ടിലേക്കോ? അതെന്താ അമ്മേ ഇനിയിപ്പോ അങ്ങനെ എന്ന് ചോദിച്ചതും വീണ അവിടേക്ക് എത്തിയിട്ട് ചോദിച്ചു, അല്ല ഇതെന്ത് തീരുമാനമാ നീ ഇപ്പൊ ഇവിടുന്ന് പോകുന്നത്? അതല്ല നിന്റെ കഴുത്തിൽ കിടന്ന താലി എവിടെ? സത്യത്തിൽ നിങ്ങൾ തമ്മിൽ വിവാഹിതരായതാണോ? ശരിക്കും ഒരു വിവാഹമാണോ അവിടെ നടന്നിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടേക്ക് എത്തിയ രാമകൃഷ്ണൻ ചോദിച്ചു, അല്ല ഇതൊക്കെ ചോദിക്കാൻ നിനക്കെന്താ അവകാശം എന്ന് ചോദിച്ചതും വീണ പറഞ്ഞു, അവകാശമുണ്ട്. ആ അവകാശത്തിന്റെ പുറത്താ ഞാൻ ഇത് ചോദിച്ചത്. അത് മാത്രമല്ല കുറച്ചു മുമ്പ് മറ്റൊരു അവകാശക്കാരനും എത്തിയിരുന്നല്ലോ. അവനെ എന്ത് കളവ് പറഞ്ഞ ഇവിടുന്ന് പറഞ്ഞയച്ചതെന്ന് എനിക്കറിയില്ല. അല്ല ഞാൻ ചോദ്യത്തിനുള്ള മറുപടി നിത്യ നീ പറഞ്ഞില്ലെങ്കിലും ഇവര് പറഞ്ഞാലും മതി. അല്ല നിങ്ങളാണല്ലോ സ്വന്തം മകന്റെ ഭാര്യയെ മറ്റൊരു പുരുഷന് ദാനം ചെയ്തത് എന്ന് സുജാതയോട് വീണ ചോദിച്ചു. ഒരു അമ്മയും മകളും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സുജാതയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന വീണയുടെ വാക്കുകൾ കേട്ട് നിത്യയ്ക്ക് ആകെ ദേഷ്യമായി. നിത്യ പറഞ്ഞു, വീണേ നിനക്ക് എന്താ അറിയേണ്ടത് എന്ന് ചോദിച്ചതും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞോ ഇല്ലയോ എന്നല്ലേ എന്ന് സുജാതയെ അവമാനിക്കുന്നത് കേട്ട് സഹിക്കാനാകാതെ നിത്യ ദേഷ്യത്തോടെ വീണയോട് സംസാരിച്ചു. അപ്പോഴേക്കും അടുത്ത് നിന്ന രാമകൃഷ്ണൻ മോളെ നിത്യയെ എന്ന് വിളിച്ചിട്ട് തലകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത്, സത്യം പറയരുത് എന്ന് എതിർപ്പ് കാട്ടുമ്പോൾ അവിടേക്ക് ഇറങ്ങി വരുന്ന ഹരി വീണയോട് ചോദിച്ചു, നിനക്ക് എന്താ അറിയേണ്ടത്? കഴുത്തിൽ കിടന്ന താലി എവിടെയെന്ന്? ഇതൊരു നാടകമായിരുന്നു എന്ന് അല്ലേ? എന്നാ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പിന്നെ താലിയുടെ കാര്യം, താലിമാലയുടെ കൊളുത്ത് ഒന്ന് അയഞ്ഞു. അതുകൊണ്ട് ഞാൻ നിത്യയുടെ കയ്യിൽ നിന്ന് അത് ഊരി വാങ്ങിച്ചതാണ് ആ കൊളുത്തൊന്ന് മുറുക്കി കൊടുക്കാനായിട്ട്. എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് താലി എന്ന് പറഞ്ഞ് ഹരി ആ താലിമാല അവിടെ നിന്ന് ചോദ്യം ചെയ്യുന്ന വീണയെ കാണിച്ചു. എന്നിട്ട് നിത്യ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ സംശയം ഇപ്പൊ തന്നെ തീർത്തേക്കാം. നിത്യ ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞ് ഹരി നിത്യയെ വിളിച്ചു. ഹരി മുകളിലേക്ക് കയറി പോകുമ്പോൾ നിത്യയും ഹരിയുടെ പിന്നാലെ മുകളിലേക്ക് കയറി ചെല്ലുന്നു. എല്ലാവരും വീണയുടെ ചോദ്യം കേട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ വീണ പറഞ്ഞു, ശരി കൊള്ളാം. എന്തായാലും എല്ലാവരും ഈ പുതിയ തലമുറ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കാനായിട്ട് പുരാണങ്ങളെയും തത്വശാസ്ത്രങ്ങളെയും ഒക്കെ കൂട്ടുപിടിച്ച് വന്ന് വാദിക്കുന്നുണ്ടല്ലോ. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്കുള്ളത് തരാനായിട്ട് വേറൊരാൾ തയ്യാറെടുത്ത് വരുമ്പോൾ എൻ്റെ പണി അത്രയും കുറഞ്ഞു കിട്ടും എന്ന് പറഞ്ഞ് വീണ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം സുജാതയും രാമകൃഷ്ണനും ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ മുകളിലേക്ക് പോയ ഹരി നേരെ പൂജാമുറിയിലേക്ക് എത്തി. അവിടേക്ക് വന്ന നിത്യയും ഹരിയുടെ മുന്നിൽ വന്നു നിന്നു. ഉടനെ ഹരി പറഞ്ഞു, നിത്യ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ഞാൻ കുറച്ചു മുൻപാണ്. ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചതിന്റെ പേരിൽ വേണമെങ്കിൽ ആന്റിയെ കുറ്റപ്പെടുത്താം. പക്ഷെ അതിനേക്കാൾ ഉപരി ആ അമ്മ സ്വന്തം മകന്റെ ഭാര്യയെ, തന്റെ മരുമകളെ സ്വന്തം മകളായി സ്നേഹിക്കുകയും തൻ്റെ മകന്റെ പ്രവൃത്തികളിൽ മനസ്സ് നൊന്ത് വേദനിക്കുകയും തൻ്റെ മരുമകളുടെ ജീവിതം സുരക്ഷിതമാണെന്ന് ആകണമെന്ന് ആഗ്രഹിക്കുകയും മകനേക്കാളേറെ മരുമകളെ സ്നേഹിക്കുകയും ചെയ്ത ആ അമ്മയുടെ മനസ്സ് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്ന് ഹരി നിത്യയോട് പറയുന്നു.
അതുകൊണ്ട് ആ അമ്മയെ ഒരിക്കലും കുറ്റപ്പെടുത്താനോ തള്ളിപ്പറയാനോ കഴിയില്ല എന്ന് ഹരി നിത്യയോട് പറയുമ്പോൾ നിത്യ അതെല്ലാം കേട്ട് അതിശയത്തോടെ ഹരിയെ നോക്കി. ഉടനെ ഹരി പറഞ്ഞു, ഇപ്പോ വീണയുടെ ഈ ചോദ്യങ്ങൾക്കും നമ്മുടെ കുട്ടികളുടെ സംശയങ്ങൾക്കും വീണ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് ആദിമോനെ മുന്നിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ കബളിപ്പിക്കാനായിരുന്നു ഇത് ചെയ്തതെങ്കിലും അവരുടെ മുന്നിൽ വെച്ച് തന്നെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് കുട്ടികൾക്കും അക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകാതിരിക്കാൻ തൽക്കാലം ഈ താലി നിത്യ കഴുത്തിൽ അണിഞ്ഞേ തീരും. വീണയുടെ ചോദ്യം കേട്ടതോടെ ചിലപ്പോൾ ആദിമോന്റെയും കല്യാണിയുടെയും മനസ്സിലും അങ്ങനെ ചില ചോദ്യങ്ങൾ വന്നേക്കും. അതുകൊണ്ട് അവരുടെ ആ സംശയങ്ങളിൽ നിന്ന് കൂടി രക്ഷപ്പെടാനായിട്ട് തൽക്കാലം നിത്യ ഈ താലി കഴുത്തിൽ അണിയണം. ഇതിന്റെ ഒരു അപേക്ഷയാണ്. നമ്മുടെ മക്കളുടെ സന്തോഷത്തിനും അവരുടെ അത്തരത്തിലുള്ള വാശികൾ ഇല്ലാതാക്കാനും നമ്മൾ വിവാഹിതരായില്ല എങ്കിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു ആശങ്ക ഉയർത്തിയിട്ടാണ് ഈ വിവാഹം നമ്മൾ നടത്തിയത് തന്നെ. ആ നിലയ്ക്ക് കുട്ടികളുടെ ജീവൻ വെച്ച് ഒരു പരീക്ഷണത്തിന് തയ്യാറാകാൻ ടീച്ചറും തയ്യാറാണോ എന്ന് നിത്യയോട് ഹരി ചോദിച്ചത് കേട്ട് നിത്യ പറഞ്ഞു, ഇല്ല ഹരി, തൽക്കാലം ഞാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ താലി കഴുത്തിലണിയാം. പക്ഷേ ജീവന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. ജീവൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാനില്ലായിരുന്നു. അതുകൊണ്ട് ഹരി മറ്റൊന്നും എന്നെക്കുറിച്ച് ചിന്തിക്കരുത്. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഭാര്യയായിരിക്കില്ല എന്ന് നിത്യ വീണ്ടും ഹരിക്ക് മുന്നിൽ ആവർത്തിച്ചുകൊണ്ട് തൽക്കാലം ഒരിക്കൽ കൂടി ആ താലി കഴുത്തിലണിയാൻ നിത്യ തയ്യാറാകുന്നു. അങ്ങനെ ആ താലി കഴുത്തിലണിഞ്ഞ് നിത്യ താഴേക്ക് പോകുന്നു. ഈ സമയത്ത് ജീവന്റെ മനസ്സിൽ ചില സംശയങ്ങൾ മുളപെട്ടിയതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ അറിയാനായി വീണ്ടും ഹരിയുടെ വീടിനരികിലേക്ക് എത്തി. ഈ സമയത്ത് ഹരിയുടെ അരികിലേക്ക് എത്തിയ നിത്യ താലി അണിഞ്ഞുകൊണ്ട് താഴേക്ക് വരുന്നത് കണ്ട് വീണ ചോദിച്ചു, അത് ശരി, ഇപ്പോ നീ ആള് കൊള്ളാവല്ലോ, വീണ്ടും ഹരിയുടെ ആ താലി കഴുത്തിലണിഞ്ഞിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, രണ്ടുപേരിപ്പോ നിന്നിൽ അവകാശം സ്ഥാപിക്കാനുള്ളത് കൊണ്ട് ഒരു കാര്യം ചെയ്യ്, നീ മധ്യത്തിൽ ഇരുന്നിട്ട് നിന്റെ രണ്ട് സൈഡിലുമായി ആദ്യത്തെ ആളെയും രണ്ടാമത്തെ ആളെയും കെടുത്തിക്കോ, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോ അത്തരത്തിൽ പരിഹസിച്ചുകൊണ്ടുള്ള വൃത്തികെട്ട രീതിയിലുള്ള വീണയുടെ സംസാരം കേട്ട് സഹിക്കാനാകാതെ നിയന്ത്രണം വിട്ട് അവിടെ നിന്ന വീണയുടെ കർണത്തടിക്കുന്നു ഹരി. ഈ സംസാരം പുറത്തു നിന്ന ജീവൻ കേൾക്കാനിടയാകുന്നു. എന്തായാലും അമ്മ വീണ്ടും എന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് ജീവൻ മനസ്സിലാക്കുകയും ഇനിയും നിത്യയുടെ മേലുള്ള അമ്മയുടെ ഇത്തരത്തിലുള്ള സ്നേഹവും കരുതലും അത് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. അമ്മ എത്രത്തോളം അവളെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും അവൾ എന്നോട് കാണിച്ച വഞ്ചനയ്ക്കുള്ള ശിക്ഷ ഞാൻ നൽകുക തന്നെ ചെയ്യുമെന്ന് ജീവൻ മനസ്സിൽ ഉറപ്പിച്ച് ഹരിയുടെ വീട്ടിലേക്ക് വരുന്ന ജീവൻ ഹരിയെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഇവിടെ കഥ മാറുകയാണ്. എന്നെ വഞ്ചിച്ചവർക്കെല്ലാം ഞാൻ തിരിച്ചടി തന്നിരിക്കും എന്ന് പറഞ്ഞ് ഹരിയോട് വെല്ലുവിളിച്ച് ജീവൻ നിൽക്കുമ്പോൾ വീണ്ടും വലിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്നും താൻ മൂലം ആ കുടുംബത്തിന്റെ കൂടി സമാധാനം നഷ്ടപ്പെടാൻ പോകുന്നുവല്ലോ എന്ന വേദനയിൽ നിത്യ സങ്കടത്തോടെ ഇരിക്കുന്നു.